അപ്പോൾ ഇന്ന് നമുക്ക് ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു സ്നാക്സ് ആണിത്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടാവും, കാരണം ചിക്കനും പൊട്ടാറ്റോ ഒക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടാവും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയണം. ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്പം വീതിയിൽ നേരിയതായിട്ട് കട്ട് ചെയ്യാം. അധികം നേർപ്പിച്ച് കട്ട് ചെയ്യണ്ട, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതുപോലെ ഈ ഒരു കട്ടിയിൽ കട്ട് ചെയ്തെടുക്കാം. 2 ഉരുളക്കിഴങ്ങും നമുക്ക് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കിങ്ങനെ മടക്കി എടുക്കാൻ പറ്റണം. കൂടുതൽ കട്ട് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒടിഞ്ഞു കിട്ടില്ല. എന്നാൽ കൂടുതൽ നേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. മുഴുവൻ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് മുങ്ങാൻ പാകത്തിലുള്ള അത്രയും വെള്ളം ഒരു ബൗളിലേക്ക് എടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അതായത് സുർക്ക ചേർക്കാം. 1 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് മുഴുവനും ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഉണ്ടാവണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 300 ഗ്രാം വരെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ വരെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി 2-3 തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ചേർക്കാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പൊതുവെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് ചേർക്കാറില്ല. ഇനി ആദ്യം സ്പൂൺ വെച്ച് ഒന്നിത് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കളർ പിടിക്കും. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ മസാല പുരട്ടിയ ചിക്കൻ നമുക്കിവിടെ അടച്ചു വെക്കാം. ഇതൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അതിനുശേഷം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും കഴിയും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അല്പം ടൂത്ത് പിക്കും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഒരെണ്ണം എടുത്ത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നടുവിലായിട്ട് വെക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഒരുമിച്ച് ടൂത്ത് പിക്ക് വെച്ച് കുത്തി വെക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തു കൂടി വേണം ടൂത്ത് പിക്ക് ആദ്യം കുത്തിയെടുക്കാൻ. അതിനുശേഷം ഉള്ളിൽ ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കുത്തി വെക്കുക. ചിക്കൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ വശത്തേക്ക് ആദ്യം ടൂത്ത് പിക്ക് കടത്തിയതിന് ശേഷം വേണം മറുവശത്തുള്ള ഉരുളക്കിഴങ്ങിലേക്ക് ടൂത്ത് പിക്ക് കുത്തിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി വേർപെട്ടു പോവും. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ നന്നായിട്ട് കുത്തി വെക്കുക. ഇതുപോലെ ചെയ്യാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ഉരുളക്കിഴങ്ങും ചിക്കനും ഒരുമിച്ച് ടൂത്ത് പിക്ക് വെച്ച് കുത്തിയെടുക്കാം.
ഇത് മുഴുവൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒട്ടും താമസിയാതെ ഫ്രൈ ചെയ്യണം. ഉരുളക്കിഴങ്ങ് കുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ വല്ലാതെ കുടിക്കും. അതുകൊണ്ട് വെള്ളത്തിൽ നിന്നും എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച ഓരോ ബട്ടർഫ്ലൈ ചിക്കനും ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 2 എണ്ണം മാത്രമേ ഇതിൽ ഇടാൻ കഴിയുള്ളൂ. കാരണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ കളയുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒഴിക്കാത്തത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി ഇതിൻ്റെ ചിക്കനൊന്നും വേവാതെയായി പോകും. ചിക്കനും പൊട്ടാറ്റോയും നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി വരണം. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. 2 വശവും നന്നായിട്ട് ഫ്രൈ ആവണം. ഉരുളക്കിഴങ്ങും ചിക്കനും രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബട്ടർഫ്ലൈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ ബട്ടർഫ്ലൈ ചിക്കനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല മൊരിഞ്ഞ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.